നമസ്കാരം. പ്രധാന വാർത്തകൾ. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം സംസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധ്യതയെന്ന് വിദഗ്ധർ. കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നു. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അതേസമയം ഇന്ന് തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിൽ കൂടി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇതോടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളുടെ എണ്ണം 7ആയി. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 8 ദിവസം മുമ്പ് വിവാഹം. വീട്ടുകാരെ മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി യുവാവ് ജീവനൊടുക്കി. അമ്മയെയും ഭാര്യയും അടക്കം കുടുംബത്തിലെ 8 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കി. ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുടുംബാംഗങ്ങളെ കോടാലി കൊണ്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. മധ്യപ്രദേശിലെ ചിന്ദ്വാര ജില്ലയിലാണ് സംഭവം. ഭുര എന്ന ദിനേഷ് ഗോണ്ടാണ് വീട്ടുകാരുടെ ഘാതകനായത്. 55-കാരിയായ അമ്മ സിയാബായിയാണ് ഇയാൾ ആദ്യം ആക്രമിച്ചത്. പിറകെ ഭാര്യ 23-കാരി വർഷ, 35-കാരനായ സഹോദരൻ ശ്രാവൺകുമാർ, അയാളുടെ ഭാര്യ 30-കാരിയായ ഭരേദാബായി, 16-കാരിയായ സഹോദരി പാർവതി, 5 വയസ്സുള്ള അനന്തരവൻ കൃഷ്ണ, അനന്തരവളായ സേവന്തി, ദീപ എന്നീ 4ഉം 1 വയസ്സുള്ള കുഞ്ഞുങ്ങളെയുമാണ് ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. 8 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. 12 കോടി ആലപ്പുഴയിൽ വിട്ട ടിക്കറ്റിന് ഭാഗ്യശാലിയെ അന്വേഷിക്കുന്നു. ഏറെ നാൾ നീണ്ടുനിന്ന കാത്തിരിപ്പിന് വിരാമമായി. ഈ വർഷത്തെ വിഷു ബമ്പറിന്റെ ഭാഗ്യ നമ്പർ കണ്ടെത്തി. VC 490 987 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം. 12 കോടിയാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനം 1 കോടി വീതം 6 പരമ്പരകൾക്ക് വീതം നൽകും. ആലപ്പുഴയിലെ അനിൽകുമാർ എന്ന ഏജന്റാണ് ഒന്നാം സമ്മാനാർഹമായ ടിക്കറ്റ് വിറ്റിരുന്നത്. ഇവിടെ ആയിരിക്കുമോ അതോ വേറെ എവിടെങ്കിലും ആയിരിക്കുമോ ഭാഗ്യശാലി എന്നത് കാത്തിരുന്ന് അറിയേണ്ടതാണ്. 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസ്. പ്രതിയെ നാളെ തെളിവെടുപ്പിന് കൊണ്ടുപോകും. കാഞ്ഞങ്ങാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതി PS സലീമിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസത്തേക്കാണ് കസ്റ്റഡി കാലാവധി. കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻ കോടതിയാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. പെൺകുട്ടിയുടെ കമ്മൽ വിറ്റ കൂത്തുപറമ്പിലെ ജുവലറിയിൽ നാളെ പ്രതിയെ എത്തിച്ച് തെളിവെടുക്കും. നേരത്തെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായ സലീം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാമ്യം നൽകരുതെന്ന് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടു. സാക്ഷികൾ പ്രതിയെ തിരിച്ചറിഞ്ഞുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പ്രതിക്ക് ജാമ്യം നൽകരുതെന്നും കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നുള്ള പോലീസിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവ്. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിലെ പ്രതി സന്ദീപിന്റെ വിടുതൽ ഹർജി തള്ളി കോടതി. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം. സെഷൻസ് കോടതിയുടെ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ റിവിഷൻ ഹർജി നൽകുമെന്ന് പ്രതിഭാഗം അറിയിച്ചു. മെയ് 10-നാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജൻസിക്കിടെ വന്ദനാദാസ് കൊല്ലപ്പെട്ടത്. ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോലീസ് എത്തിച്ച പ്രതി ഡോക്ടറെ കുത്തിക്കൊല്ലുകയായിരുന്നു. കൊല്ലം നെടുമ്പന UP സ്കൂൾ അധ്യാപകനായിരുന്ന സന്ദീപായിരുന്നു പ്രതി.